നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇതിനിടയിലൂടെ നടന്നിട്ടുണ്ടായിരുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കിയ മോട്ടോഴ്സിന് ഇന്ത്യയിൽ കുറച്ചധികം ലൈനപ്പുകളുണ്ട്. കാർണിവൽ ഉണ്ട്, കാരൻസ് ഉണ്ട്, സെൽറ്റോസ് ഉണ്ട്, സോനറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റീസെൻ്റ്ലി അവരുടെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റിന്, അതായത് സോനറ്റിൻ്റെ ഫേസ് ലിഫ്റ്റിനെ അവതരിപ്പിച്ച സമയമാണ്. ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും അതിനെക്കുറിച്ചാണ്. അതായത് ഏറ്റവും പുതിയ സോനറ്റിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് കാണുന്ന സമയത്ത് എങ്ങനെയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ കൂടെ സോനറ്റ് ഉണ്ട്. എല്ലാ കൂട്ടുകാർക്കും അവളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഇൻവോൾവിനെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ സാധാരണ ഇൻവോൾവ് എന്ന് പറയാറുണ്ട്. ഇൻവോൾവ് 1 എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറിയതല്ലേ വുഡൻ ബ്രിക്സ് ഒക്കെ ഉള്ള ഇത് ഇൻവോൾവിൻ്റെ ജെൽ ടൈപ്പാണ്. ഇതിനകത്തൊരു ജെൽ ടൈപ്പാണ് ഉണ്ടാവുക. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്ന ഒരു കാർ പെർഫ്യൂമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അത്യാവശ്യം നല്ല സ്മെല്ലാട്ടോ, നല്ല രസമുള്ള സ്മെല്ല്. കുറേ ആൾക്കാർ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇവിടെ എല്ലാ സ്മെല്ലുകളും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിന് ഏകദേശം നമുക്കൊരു 399 രൂപയാണ് പ്രൈസ് വരുന്നതിനകത്ത് കാണിച്ചിട്ടുള്ളത്. നമുക്കൊരു 10% ഡിസ്കൗണ്ട് കിട്ടും. താഴെ നമ്മൾ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ UAE ഉള്ള പല ആളുകളും സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് നാട്ടിൽ നിന്ന് ഇത് വാങ്ങി അങ്ങോട്ട് കൊണ്ടുപോകും. ഒരുപാട് ആൾക്കാർ കൊണ്ടുപോകുന്നത് എനിക്കറിയാം, പേഴ്സണലി അറിയുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു സന്തോഷ വാർത്ത, ഇത് ഇനി UAEയിലും നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമെന്നതാണ്. UAEയിൽ നമുക്ക് ഓൺലൈനായിട്ട് ഇത് കിട്ടും. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഒരുപാട് ആൾക്കാർ നല്ല അടിപൊളി അഭിപ്രായം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇത്രയും കാലം പറഞ്ഞിട്ടുള്ളത് നല്ല അഭിപ്രായം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉപയോഗിച്ച ആൾക്കാർ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് കുറച്ചധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് പറയാം. ആദ്യം തന്നെ നമുക്ക് ഗ്രില്ലിൽ നിന്ന് ആരംഭിക്കാം. ശരിക്കൊരു ക്രോം ഇൻസേർട്ടോട് കൂടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്രിൽ പാറ്റേൺ ചെറുതായിട്ട് മാറ്റിയിട്ട് ഒരു സിൽവർ അൻസെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു ഗ്രേ കളറിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ യൂണിറ്റ് കാണാം. ഇതിനകത്തൊരു 360 ഡിഗ്രി ക്യാമറ വ്യൂ ഉണ്ട്. അത് ഞാൻ സൈഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഹെഡ് ലാമ്പ് യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം DRL യൂണിറ്റാണ് കൊടുത്തുള്ളത്. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടി നമ്മൾ മഹീന്ദ്രയിലൊക്കെ കണ്ട് ശീലിച്ച പോലത്തെ ഒരു ഡിസൈൻ, പക്ഷേ നല്ല രസമുണ്ട്. റോഡ് പ്രസൻസ് അടിപൊളിയായിരിക്കും എന്നതാണ്. അതുപോലെ തന്നെ 3 ഐസ് ക്യൂബുകളായിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റും ആ ഒരു യൂണിറ്റ് മൊത്തം റീഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ബമ്പറിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഉണ്ടാവും, ഒരു കട്ടിങ്ങും എഡ്ജിങ്ങും ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു ഭാഗം വ്യത്യസ്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് കൂടി പറയേണ്ടി വരും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോഗ് ലാമ്പ്, ഇവിടെ നമുക്കൊരു ഹൊറിസോണ്ടൽ സെറ്റപ്പിലാണ് ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുള്ളത്. അതിനൊരു ചെറിയ ചേഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് GT ലൈനാണ്. GT ലൈൻ അല്ലാത്തതിലേക്ക് വരുന്ന സമയത്ത് അതൊരു ഐസ് ക്യൂബ് ടൈപ്പായിട്ടാണ് ഫോഗ് ലാമ്പിനെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ GT ലൈനാണ് ഇത് പറയുമ്പോഴും എവിടെയൊക്കെയോ ആ ഒരു റെഡ് എലമെൻറ്റുകൾ നമുക്ക് മിസ്സാവുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എയർ ഡാമിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്തും അതും ഒന്ന് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ നമുക്കൊരു എലമെൻ്റൊക്കെ കൊടുത്ത് വ്യത്യസ്തമായിട്ടുള്ളൊരു എയർ ഡാം യൂണിറ്റ് ആയിരുന്നു. പുതിയതിലേക്ക് വന്ന സമയത്ത് ആ ഒരു എയർ ഡാം യൂണിറ്റിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഫ്രണ്ടിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചേഞ്ചുകൾ ഇതൊക്കെ തന്നെയാണ്. സൈഡിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ ഉണ്ടായിരുന്ന പോലെ തന്നെ സബ് കോമ്പാക്ട് SUV എന്നൊക്കെ പറയുമ്പോൾ ഒരു 4 മീറ്റർ താഴെ 3995 മില്ലിമീറ്റർ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത്. എന്നാൽ ചെറിയ ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ നമ്മൾ എക്സ്ലേയിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു അലോയ് വീൽ പാറ്റേൺ അത് പൂർണ്ണമായിട്ടും ഇതിലേക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഈ അലോയ് വീൽ പാറ്റേണിൻ്റെ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ വേരിയൻറ്റ് മാറുന്നതിനനുസരിച്ച് ഈ പാറ്റേണും മാറും. ഒരു 3 തരം വ്യത്യസ്തമായിട്ടുള്ള അലോയ് പാറ്റേണുകൾ ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. 16 ഇഞ്ച് വീലുകളായിട്ട് വന്നിട്ടുള്ളത്. മറ്റൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ സൈഡ് വ്യൂ മിററിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഒരു ക്യാമറ യൂണിറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഇൻഡിക്കേറ്റർ ഇവിടെ കാണാം. ക്യാമറ യൂണിറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതിനകത്ത് 360 ഡിഗ്രി ക്യാമറ യൂണിറ്റ് ഉണ്ട്. ഈ 360 ഡിഗ്രി ക്യാമറ യൂണിറ്റ് ഉപയോഗിച്ച് ഇതിനകത്ത് ADASൻ്റെ ലെവൽ 1 ഫംഗ്ഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ലൈൻ കീപ്പ് അസിസ്റ്റ്, ലൈൻ ഡിപ്പാർച്ചർ വാർണിംഗ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഇല്ല, നേരെ കുറച്ച് അങ്ങനെ കുറച്ചധികം കാര്യങ്ങളൊക്കെ, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ക്യാമറ മാത്രം ഉപയോഗിച്ച് എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയാണ്. മറ്റൊരു ചെറിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബോഡി കളേർഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. ഒരു ക്രോമിയം ഡോർ ഹാൻഡിൽസ് മാറിയിട്ട് ബോഡി കളേർഡ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ബാക്കിലേക്ക് വരുന്ന സമയത്തും കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അതിൽ ആദ്യം തന്നെ നമുക്ക് ടൈൽ ലാമ്പിൽ നിന്ന് ആരംഭിക്കാം. പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈൽ ലാമ്പ് യൂണിറ്റ്, അതിപ്പോൾ എല്ലാ വാഹനങ്ങളിലും കോമൺ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പലപ്പോഴായിട്ട് പറഞ്ഞതാണ്. മറ്റൊരു കാര്യം, ടൈൽ ലാമ്പ് യൂണിറ്റ് ഇതൊരു വേർട്ടിക്കൽ സൈസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സെൽറ്റോസിനോട് കുറച്ചും കൂടി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. GT ലൈൻ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് റിവേഴ്സ് ലാമ്പ് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ബമ്പറിൻ്റെ ഭാഗം ഒന്ന് ചെറുതായിട്ട് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, സോനറ്റ് എന്ന് പറയുന്ന ബാഡ്ജിങ് ആണ്. ഈ ബാഡ്ജിങ്ങിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന മുകളിലാണ്, ഇപ്പോൾ അത് താഴേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഡിഫോഗർ ലൈൻസ്, വൈപ്പർ യൂണിറ്റ്, അതുപോലെ സ്പോയിലർ, അതിനകത്ത് സ്റ്റോപ്പ് ലാമ്പ്, ഷാർക്ക് ഫിൻ ആൻറ്റിന, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ റൂഫ് റെയിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, 360 ഡിഗ്രി ക്യാമറ വ്യൂവിൻ്റെ ഒരു കാര്യത്തിൽ കിയ കണക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പാർക്ക് ചെയ്ത വാഹനത്തിൻ്റെ 360 ഡിഗ്രി ക്യാമറ വ്യൂ അവൈലബിൾ ആവും. യൂസ്ഫുൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പാർക്കിങ്ങൊക്കെ ഇട്ട് നിർത്തിപ്പോയി കഴിഞ്ഞാൽ എവിടെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ അടുത്തുള്ള വണ്ടിൻ്റെ ഒരു ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഫ്രണ്ടത്തെ ക്യാമറ ഓൺ ആക്കിയിട്ട് എവിടെയുള്ളതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫൈൻഡ്
പെയിൻറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ബൂട്ട് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. മാനുവലി ഓപ്പറേറ്റ് ചെയ്തിട്ട് മാനുവലി തന്നെ ക്ലോസ് ചെയ്യുന്ന സിസ്റ്റമാണ് അതിൽ ആണോ. അതിനകത്ത് നമുക്കൊരു 10 ബാഗുകളൊക്കെ അനായാസനെ കൊള്ളും എന്നുള്ളതാണ്. ഒരു സബ് കോമ്പാക്ട് SUV-യിൽ നമ്മൾ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഓക്കെ, ക്ലോസ് ചെയ്യാനുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ബോഡി പിടിച്ച് ക്ലോസ് ചെയ്യാം. അത് ബോഡി വെറ്റാവുന്ന സമയത്താണ് ഉള്ളിലത്തെ ആ ഒരു ഭാഗം ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. അകത്തേക്ക് പോകുന്നതിന് മുമ്പേ ഇവിടെ ഈ ഒരു പാറ്റേൺ ഒക്കെ അതേപോലെ തന്നെ അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇവിടെ നമുക്കൊരു ക്രോം ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ആ ഒരു ഷോൾഡർ ലൈൻ പോലത്തെ സംഭവം. ഇനി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല. പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇവിടെയും നമുക്ക് പറയാനുണ്ട്. ആദ്യം തന്നെ സീറ്റ്, ലെതർ സീറ്റുകളാണ്. സീറ്റിനകത്ത് വെന്റിലേഷൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 4-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ സീറ്റുകൾ ഉണ്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോഴും മാനുവലാണ് എന്നുള്ളതാണ്. ബോസിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം നമുക്ക് അവിടെ കാണാം. ഈ വൈറ്റ് കളറിൽ കാണുന്നത് ലെതർ പാറ്റേൺ ഹൈലൈറ്റ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ബ്ലാക്ക് കൊടുക്കുന്നതായിരുന്നു ഏറ്റവും വൃത്തി. കാരണം എപ്പോഴും കൈ തട്ടുന്നൊരു ഭാഗമാണ്, ഇവിടെ ചെളി വരാൻ സാധ്യതയുണ്ട്. അവിടെ ബ്ലാക്ക്, കാരണം ഇൻറ്റീരിയർ ബ്ലാക്കാണ്, നമുക്ക് ഫുള്ള് ബ്ലാക്കാണ്. വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ വൈറ്റ് ഉള്ളൂ. വാട്ടർ ബോട്ടിൽ ഹോൾഡേഴ്സ് ഇവിടെ കാണാം. പവർ വിൻഡോ കൺട്രോൾസ്, ഡോർ ഹാൻഡിൽസ് ഒരു സിൽവർ ടച്ചിലാണ് കൊടുത്തുള്ളത്. ഇവിടെ നമുക്കൊരു ആരോ ഡിസൈൻസും കാര്യങ്ങൾ കൊടുത്തിട്ട് ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ ഓക്കെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം നൈസാണെന്ന് പറയേണ്ടി വരും കേട്ടോ. ഇനി നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് വീലിൽ നിന്ന് ആരംഭിക്കുന്ന സമയത്ത് ഒരു D ഷേപ്പ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. അതിനകത്ത് GT ലൈൻ എന്ന് പറയുന്ന ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, അതുപോലെ തന്നെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺ, ലൈൻ കീപ്പിൻ്റെ ബട്ടൺ, അതുപോലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, ഒരു സ്റ്റാർ ബട്ടൺ നമുക്കൊക്കെ ചെയ്യാം. അതുപോലെ റീഫ്രഷ് ബട്ടൺ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാം. ഈ റീഫ്രഷ് ബട്ടൺ എന്ന് പറഞ്ഞാൽ ക്രൂസ് കൺട്രോളിൻ്റെ സ്റ്റോപ്പ് ആൻഡ് കണ്ടിന്യൂ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പാഡിൽ ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിനകത്ത്. വൈപ്പർ കൺട്രോൾ, ഇൻഡിക്കേറ്റർ തുടങ്ങിയിട്ടുള്ള ഏരിയ താഴ്ഭാഗത്ത് കാണാം. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ തന്നെ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. ഇതിലേക്ക് വരുന്ന സമയത്ത് ഇത് പുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം നമുക്ക് കാണാം. ലൈൻ കീപ്പിൻ്റെ ഇത് കാണാം. കറണ്ട് ട്രിപ്പ് മോഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ, ഏത് സൈഡിലേക്കാണോ ഇൻഡിക്കേറ്റർ ഇട്ടുള്ള ആ ഒരു ഭാഗം നമുക്കിങ്ങനെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യം കണ്ടത് അൽക്കസാറിലാണ്. പിന്നെ ഇവർ രണ്ടാളും ഏറെക്കുറെ സെയിം പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്, ഹിൻഡയും. അപ്പോൾ ഈ സോനറ്റിൻ്റെ പ്ലാറ്റ്ഫോം അത് ക്രെറ്റയ്ക്കും അതുപോലെ തന്നെ സെൽട്ടോസിനും വെരുവിനും ഒക്കെ യൂസ് ചെയ്യുന്നത് സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് എന്നുള്ളത് വേറൊരു കാര്യം. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇതൊന്ന് റീഡിസൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറയട്ടോ. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സോനറ്റിനെ അപേക്ഷിച്ച് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ടച്ചിലാണ് കൊണ്ടുപോകുന്നത്. അതായത് ഒരു AC-യുടെ ഭാഗം എന്ന് പറയേണ്ടി വരും. സ്റ്റാൻഡ് ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഇതിനകത്ത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. അതിൽ കുറേയും കൂടെ ഒരു ഇമോഷണൽ ആക്ക്. രഞ്ജിത്തിപ്പം ഞാൻ കൽബ് എന്ന ഒരു വാക്കെടുത്തി വയ്ക്കുകയാണെങ്കിൽ ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മ്യൂസിക് സിസ്റ്റമായിട്ട് എനിക്ക് തോന്നി. ഓട്ടോമാറ്റിക് ഡയനറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ, അതുപോലെ തന്നെ സൺഗ്ലാസ് ഹോൾഡർ, ലാമ്പ്, ഒരു സൺ റൂഫ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സൺ റൂഫും കാര്യങ്ങളൊക്കെ തന്നെയാണെന്ന് ഞാൻ കാര്യമായിട്ട് ഇങ്ങനെ വീണ്ടും പറയുന്നില്ല. ഇവിടെ വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. ലാമ്പില്ല, ഇവിടെ മിററും ഇല്ല. ലാമ്പ് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഗ്ലോ ബോക്സ് ഇവിടെ കാണാം. അതുപോലെ ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ ഓക്കെയാണ്. സ്ക്രാച്ച് പ്രൂഫ് മെറ്റീരിയൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ലക്ഷറിയസ് ഫിറ്റിംഗ് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതിൻ്റെ നല്ല ക്വാളിറ്റിയിൽ ഇവരിത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് യൂണിറ്റ് ഉണ്ട്. നമുക്കിവിടെ വെച്ച് കഴിഞ്ഞാൽ വയർലെസ്ലി അത് ചാർജ് ആവും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ C ടൈപ്പും അതുപോലെ തന്നെ A ടൈപ്പ് ചാർജിങ് പോർട്ടുകളുണ്ട്. 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കാണാം. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പെട്രോളാണ്. അതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എഞ്ചിനെ കുറിച്ച് ഞാൻ പറയാം. 2 കപ്പ് ഹോൾഡർ കാണാം. വെള്ളക്കുപ്പി വെക്കാം, വലിയ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ കീ വെക്കാനൊരു സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കീ കറക്റ്റ് വെക്കാം. കീ ആണ്, ഇതാണ് കിയ എന്ന് പറയുന്ന കിയയുടെ പുതിയ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്. ഹാൻഡ് ബ്രേക്ക്, അതുപോലെ തന്നെ ഇതൊരു ലെതർ മെറ്റീരിയലാണ് വരുന്നത്. ഹാൻഡ് റെസ്റ്റ്. ഇനി ഇതിന് താഴ്ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. ഭയങ്കര സ്റ്റോറേജ് സ്പേസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു ഭാഗം ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഒരു ചെറിയ ഭാഗം, ഒരു വെള്ളക്കുപ്പിയൊക്കെ വെക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. സംഭവം ഒരു കോമ്പാക്ട് വാഹനം ആണെന്നുണ്ടെങ്കിലും ഓക്കെയാണ്. ഒന്ന് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പൊസിഷൻ അനുസരിച്ച് എനിക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എനിക്ക് നന്നായിട്ടിരുന്ന് കംഫർട്ടബിളായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. വിസിബിലിറ്റിയും നൈസാണ്. സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് ഓക്കെയാണ്. ഇവിടെ നമുക്കൊരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെയിലിൻ്റെ ഒക്കെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതാണ് ബാക്കിലേക്ക് വരുന്ന സമയത്തുള്ള വ്യത്യാസം. ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം ഒക്കെ തന്നെയാണ്. ഇനി ഹെഡ് റൂമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 5 പേരിൽ കൂടുതൽ ഗ്യാപ്പ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ലെഗ് റൂം ശരിക്കും ഒരു 2-3 പേരിൽ ഗ്യാപ്പ് ഉണ്ട്. ഈ സീറ്റ് വേണമെങ്കിൽ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ഇടാം, കാരണം ഞാൻ ഷൂട്ട് ആവശ്യത്തിന് ബാക്കിലേക്ക് ഇട്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്കിലിരിക്കാം. സീറ്റിലൊരു ചെറിയ തൈ സപ്പോർട്ട് കുറച്ചുകൂടി ഉണ്ടെങ്കിൽ ഗംഭീര തൈ സപ്പോർട്ട് എന്ന് പറയാം. എന്ന് കഴിഞ്ഞാലും ഒരു ചെറിയ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നൈസാണ്. അതുപോലെ ഇവിടെ ഉണ്ടോ ഹാൻഡ് റെസ്റ്റ്, അതിനകത്ത് കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്.
ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട് ഫോൺ വെക്കാൻ, അത് ഈ ഡ്രൈവറുടെ ബാക്കിലില്ല, ഇവിടെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ ഇവിടെ നമുക്കൊരു ഫയൽ പോക്കറ്റ് കാര്യങ്ങളൊക്കെ കാണാം, അത് ബാക്കിൽ പുറത്തുണ്ട്, ഡ്രൈവറുടെ സീറ്റിലുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പോക്കറ്റ് എക്സ്ട്രാ വെച്ചാണ്. ഓക്കെ, ഇവിടെ നമ്മളുടെ എയർ പ്യൂരിഫയർ സ്മാർട്ട് എയർ സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വർക്ക് ചെയ്യാൻ ഓഫ് ഓൺ ടച്ചാണ്. മോഡ് ഡിസ്പ്ലേ ഒക്കെ സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും അതിനകത്ത് മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത് വെക്കാനുള്ള ഫെസിലിറ്റി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അവിടെയും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇനി ഈ വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 16 ലക്ഷം രൂപ വരെ 1599 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ടോപ്പ് എൻഡ്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന GT ലൈനിൻ്റെ പ്രൈസ് വരുന്നത്. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഓക്കെയാണ്. 2 ലക്ഷം രൂപയ്ക്ക് വ്യത്യാസത്തിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ടായിരിക്കും. അത് ടൗണും ഇതൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഓൺ റോഡ് പ്രൈസ് പറയുന്നത്. ചില ഡിസ്കൗണ്ടുകളൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെങ്കിലും എക്സ്ഷോറൂം പ്രൈസ് എത്രയാണ് വരുന്നത്. അത് വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഓക്കെയാണ് അല്ലേ. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് എഞ്ചിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഫുഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് വേറെ കാര്യം പറയാനുള്ളത്, പല മാനുഫാക്ചേഴ്സും ഡീസലിനോട് ഗുഡ് ബൈ പറഞ്ഞ സമയത്ത് കിയ അതുപോലെ ഹെൻഡായി തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകളാട്ടോ ഡീസലിനെ എപ്പോഴും നിലനിർത്തുന്നത്. അതിലൊരു ഹാറ്റ്സ് ഓഫ്. കാരണം ഇവരുടെ എഞ്ചിൻ ലൈനപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, അതുപോലെ തന്നെ ഒരു 1 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ, ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ടെർബോ ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ. അങ്ങനെ 3 എഞ്ചിൻ ഓപ്ഷനുകളാണ് ഇവർക്കുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെർബോ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് ആദ്യം അതിനെക്കുറിച്ച് പറയാം. അതൊരു 120 PS പവറും അതുപോലെ തന്നെ 172 NM ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ടെർബോ പെട്രോൾ എഞ്ചിനാണ്. അതൊരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനകത്തും അതുപോലെ തന്നെ ഒരു 7 സ്പീഡ് DCTയുടെ അകത്തുമാണ് ഇത് അവൈലബിൾ ആവുന്നത് എന്നുള്ളതാണ്. മറ്റൊരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. അത് 83 PS പവറും അതുപോലെ തന്നെ 115 NM ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്നു. അതൊരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനകത്ത് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റൊന്ന് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. അത് 116 PS പവറും 250 NM ഉൽപ്പാദിപ്പിക്കും. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ, 6 സ്പീഡ് IMT, അതുപോലെ തന്നെ 6 സ്പീഡ് AT തുടങ്ങിയിട്ടുള്ള 3 ഓപ്ഷനുകളായിട്ടാണ് അത് അവൈലബിൾ ഉള്ളത്. അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയട്ടെ. ആദ്യം ഡീസലിനകത്ത് മാനുവൽ ഉണ്ടായിരുന്നില്ല, ഓട്ടോമാറ്റിക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മാനുവൽ അഡീഷൻ കൂടി ഈ പുതിയ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് കിയ സോനറ്റ്. ശരിക്കും കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള ഒരു സെഗ്മെൻറ്റാണ്. അത്യാവശ്യം നല്ല കോമ്പറ്റീഷനും ഉള്ള ഒരു സെഗ്മെൻറ്റിനാണ്. അവിടേക്ക് കിയ കടന്നു വന്നത് ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു റിസർച്ച് കൊണ്ടാണ് എന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ പോലും തമാശയ്ക്ക് പറയുന്നുണ്ട്, കിയയും ഹ്യുണ്ടായും ഒക്കെ സെയിം കമ്പനികൾ തന്നെ ആയതുകൊണ്ട് ഹ്യുണ്ടായിൻ്റെ റിസർച്ച് ഒരു പക്ഷേ കിയയുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നിരിക്കുക എന്നൊക്കെ ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്. അതേപോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം ഇന്ത്യൻ മാർക്കറ്റിനെ സ്റ്റഡി ചെയ്തിട്ടാണ് ഒരു വാഹനം ഇവിടേക്ക് വന്നത്. സെൽട്ടോസ് ഇറങ്ങുന്ന സമയത്ത് അത്രയും ട്രെൻഡിങ് ആയിരുന്ന ആ ഒരു സെഗ്മെൻറ്റിലേക്ക്, അതായത് ഒരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റിലേക്ക് ഒരു ഗംഭീര വാഹനത്തെ സെൽട്ടോസിന് ഇറക്കിയിട്ടാണ് കിയ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കാർണിവലിനെ കൊണ്ടുവന്നു, പിന്നെ കാരൻസിനെ കൊണ്ടുവന്നു, സോനറ്റ് ഒക്കെ ഗംഭീര വാഹനങ്ങൾ, ഗംഭീര ഡിസൈനുകൾ എന്നൊക്കെ പറയേണ്ടി വരും. അപ്പം ആ ഒരു കാര്യത്തിൽ നല്ല അടിപൊളിയാണ് കിയ എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇനി നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫീലുകളുണ്ട്, അതിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് ഇംപ്രഷൻ ആട്ടോ നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ടെർബോ പെട്രോൾ എഞ്ചിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു DCT ഗിയർ ബോക്സിനകത്താണ് വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പഞ്ചായിട്ട് എനിക്ക് തോന്നിയിട്ടോ. 120 PS പവർ ഉണ്ട്. അപ്പോൾ നമ്മൾ ആക്സലറേഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് റെസ്പോൺസൊക്കെ ഭയങ്കര ക്യുക്കാണ് കേട്ടോ. വണ്ടി കയറി പോയി നോക്കിയാൽ വളരെ പെട്ടെന്ന്, ശരിക്കും ആ ഒരു ചെറിയൊരു സെക്കൻഡ് എടുക്കുന്നുണ്ട്, പക്ഷെ എന്തെന്ന് കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് നമുക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പവർ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു കാര്യം. രണ്ടാമതൊരു കാര്യം സസ്പെൻഷൻ. ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന സമയത്ത് കുറച്ച് മോശമുള്ള ഗട്ടർ റോഡിലൊക്കെ നമ്മൾ ഇത് ചാടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല സസ്പെൻഷൻ്റെ ഒരു ഫീലും നമുക്ക് കിട്ടി. അത്യാവശ്യം അത് ആ മോശം റോഡുകളൊക്കെ വണ്ടിക്കകത്തേക്ക് ഫീൽ ചെയ്യിപ്പിക്കാത്ത തരത്തിൽ അത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റു കാര്യം നമ്മൾ പറഞ്ഞല്ലോ അഡാസിനെ കുറിച്ച്. ഇപ്പോൾ ഡ്രൈവർ ഫാറ്റിഗ് പോലത്തെ സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ ഡ്രൈവർ ഒന്ന് ക്ഷീണിക്കുകയാണെങ്കിൽ ടേക്ക് എ ബ്രേക്ക് എന്നൊക്കെ പറയും. ആ വക പരിപാടിയൊക്കെ ഇതിനകത്തുണ്ട്. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിനകത്ത് എഴുതി കാണിക്കുകയായിട്ട് ചെയ്യാം. മറ്റൊരു കാര്യം വിസിബിലിറ്റിയുടെ കാര്യമാണ്. അത്യാവശ്യം നല്ല ഓക്കെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചു ഞാനൊരു ഉയരം എപ്പോഴും പറയാറുണ്ട്. അപ്പം ആ ഒരു ഉയരം വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഒരു 360 ഡിഗ്രി വ്യൂ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം മറ്റൊന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീറ്റ് വെൻറ്റിലേറ്റഡ് ആണ് എന്നുള്ളത്. അതിൻ്റെ ഒരു ബട്ടണിനെ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ്. ഈ ഡാഷ്ബോർഡിനകത്താണ് സീറ്റ് വെൻറ്റിലേഷൻ ബട്ടൺ, തൊട്ടടുത്ത് ട്രാക്ഷൻ കൺട്രോൾ. അതുപോലെ തന്നെ 3 ഡ്രൈവ് മോഡുകളും ഈ വാഹനത്തിനകത്തുണ്ട്. എക്കോ, നോർമൽ, സ്പോർട്ട്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സ്പോർട്ട് മോഡിലാണ്. അതുകൊണ്ട് തന്നെ റെസ്പോൺസ് നോക്കിയാൽ അടിപൊളിയാണ്. ഏകദേശം നല്ല സൗണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ നല്ല സ്പീഡിലൊരു കർവ് എടുക്കുകയാണ്. യെസ്, ഓക്കെയാണ്. അത്യാവശ്യം നല്ല ബാലൻസ്ഡ് ആണ്, ഗ്രൗണ്ടഡ് ആണ്. അതായത് ഈ സ്പീഡിലേക്ക് കൊണ്ടുവരുന്ന സമയത്തും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു നല്ല കാര്യം. പിന്നെ ആ ഒരു DRLൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, അത് എനിക്ക് തോന്നുന്നു രാത്രിയൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ആയിരിക്കും. മഹീന്ദ്രക്ക് ആക്ച്വലി നല്ല ഹൈലൈറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാഹനം നമുക്ക് ഷൂട്ടിന് വന്നിട്ടുള്ളത് DKH കിയാണ്. കോഴിക്കോട് DKH കിയയിൽ വെച്ചിട്ട് ഇത് അൺവീൽ ചെയ്യാനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊരു വിഷ്വൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കാണാൻ കഴിയും. അപ്പോൾ കിയയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കിയ എടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് കാരൻസ് എനിക്ക് തോന്നുന്നു ആ ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു 7 സീറ്ററാണ്
സത്യം പറഞ്ഞാൽ കാരൻസിന് വേണ്ടി നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം. പക്ഷേ ഒരുപാട് ആൾക്കാർ നല്ല ഫീഡ്ബാക്ക് പറഞ്ഞു, എടുക്കുന്ന ഒരു ആളുകളെ നമുക്ക് അറിയാൻ പറ്റും. അവരോടൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് എടുത്ത ആളുകളെ കാണുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ സോനറ്റ് വന്നിട്ടുണ്ട്, പുതിയ സെൽട്ടോസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാം. എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അവരെ വിളിച്ചാൽ മതി. DKH കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, വയനാട്, മലപ്പുറം ഇങ്ങനെ 5 ജില്ലകൾ നിലവിൽ അവൈലബിൾ ആണ്. അതായത് ഈ നോർത്ത് കേരള മുഴുവൻ അവർ ഏറ്റെടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ നോർത്ത് കേരളയിലുള്ള ആർക്കും ഇവരെ ബന്ധപ്പെടാം. സൗത്ത് കേരളയിലുള്ള ആൾക്കാർ വിളിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. പ്രവാസികൾക്കൊക്കെ വിളിച്ച് അന്വേഷിക്കാം. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ സോനറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എനിക്ക് ആദ്യം കാണുന്ന സമയത്ത് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു, വിസിബിൾ ആവുമോ എന്നുള്ളത്. കാരണം സ്റ്റിയറിംഗ് വീലിൻ്റെ ഉള്ളിലൂടെ നോക്കണം. പക്ഷേ ഓക്കെയാണ്, എൻ്റെ ഒരു പൊസിഷനിൽ ഇരുന്ന് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴും നേരത്തെ ഞാൻ സീറ്റിലിരുന്ന സമയത്ത് നോക്കുമ്പോഴും അത് കറക്റ്റാണ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്കുള്ള റീച്ച് കാര്യങ്ങളൊക്കെ ഇതും ഓക്കെയാണ്. അതായത് എൻ്റെ കയ്യകലത്ത് തന്നെയാണ് എല്ലാം നിൽക്കുന്നത് എന്നുള്ളതും ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മളെ വിസിബിലിറ്റിനെ തടസ്സപ്പെടുത്തുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നവും ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടു, അപ്പോൾ ആ സാധനം വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. യെസ്, ഒരു വിസിബിലിറ്റിനെ അത് തടസ്സപ്പെടുത്തുക കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും ഡാഷ്ബോർഡ് കാണാൻ പറ്റും എന്നുള്ളതാണ്. നൈസ്. അതിന് ആവശ്യക്കാർക്ക് അതിനനുസരിച്ച് സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതാക്കാൻ പറ്റും. അപ്പം മൊത്തത്തിൽ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇതൊരു ഓക്കെ വാഹനമാണ്. അതായത് നമുക്ക് നല്ല രീതിയിൽ ഇതിനകത്ത് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. നല്ല സസ്പെൻഷൻ ഉണ്ട്, അത്യാവശ്യം പവർഫുൾ ആണ്. കാരണം ടെർബോ പെട്രോൾ എഞ്ചിനാണ് എന്നുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരു കോമ്പാക്റ്റ് വാഹനം എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ഇട്ട് നോക്കാൻ പറ്റുന്ന വാഹനങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ ബ്രേക്കും കൂടി ഒന്ന് നോക്കാം. നമ്മളിപ്പം ഒരു റെയിൽവേ ഗേറ്റിലേക്ക് വന്നിട്ടുണ്ട്. യെസ്, സ്മൂത്താണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നൈസ്. ഓട്ടോ ഐഡിയലൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ലൈനുള്ള ഒരു റോട്ടിലൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലൈൻ കീപ്പ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ ലൈനിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് സ്റ്റിയറിംഗ് വീൽ ഇങ്ങോട്ട് പിടിച്ച് തള്ളി തരുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ക്യാമറൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് ചെയ്യുന്നത് കേട്ടോ. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലൈനിൽ നിന്ന് മാറിയാലൊരു ബീപ്പ് സൗണ്ട്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊരു ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. അതാണ് ആ ഒരു വാണിംഗ് ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ലൈൻ കീപ്പ് ചെയ്യുക എന്നുള്ള ഒരു സംഭവം. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. മറ്റൊരു കാര്യം, ഇപ്പം നമ്മൾ ഒരു ടൈറ്റ് പാർക്കിങ്ങിനിടയിൽ നിൽക്കുകയോ അല്ലെങ്കിൽ അതിനിടയിലൂടെ പാസ് ചെയ്ത് പോവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 360 ഡിഗ്രി ക്യാമറ വ്യൂ ആക്റ്റീവ് ആവുന്നുണ്ട്. അതെനിക്കൊരു ഇൻട്രസ്റ്റിംഗ് സാധനമായിട്ട് തോന്നി. അതായത് ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി സെറ്റപ്പ്. പിന്നെ സേഫ്റ്റിയുടെ കാര്യം പറയുന്ന സമയത്ത് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആട്ടോ. അപ്പം ആസ് പെർ ഇന്ത്യൻ ലോ എല്ലാ വാഹനത്തിനകത്തും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ വ്യൂ അവൈലബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. ഈ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വ്യൂ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് നോക്കിയിട്ട് സൈഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കി ഇങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ കിയ സോനറ്റ്. ഒരുപാട് മാറ്റങ്ങൾ ശരിക്കും അഡാസ് ലെവലിൽ വന്നിട്ടുള്ള മാറ്റം, പിന്നെ അതുപോലെ തന്നെ ലുക്ക് വൈസ് ഉള്ള മാറ്റം, പിന്നെ കുഞ്ഞു ഇൻറ്റീരിയർ മാറ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയ ആസ് എ ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ വന്നത്, പ്രത്യേകിച്ച് ഞാനൊരു മാനുവൽ ഫാൻ. അപ്പോൾ അത് എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കിയ സോനറ്റിനകത്ത് വന്നിട്ടുണ്ടായിരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അല്ല, സ്റ്റിയറിംഗ് വീൽ നോക്കിയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് റെഡിയായി. യെസ്, അങ്ങനെ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇതിനിടയിലൂടെ നടന്നിട്ടുണ്ടായിരുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കർവ് വളഞ്ഞു. നൈസ് ഓക്കെ ശരിക്കും എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകാൻ നേരത്ത് ഓക്കെ. പക്ഷേ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കൈയെടുക്കരുത് കേട്ടോ, അത് വേറെ വിഷയം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീല് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇത്രയാണ് നമുക്ക് കിയ സോനറ്റിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ DKH കിയയുമായിട്ട് ബന്ധപ്പെടാം. അവർ എല്ലാ കാര്യങ്ങൾക്കും അസിസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, കിയയുമായി റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണുന്നത് വരെ തൽക്കാലം നമ്മളൊരു ബ്രേക്ക് എടുക്കുകയാണ്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം.